ഹായ്. അപ്പോൾ നമ്മളിന്ന് മാത്സിൽ നമ്മൾ എടുത്തുകൊണ്ടുവന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതാണ്? എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലൈവായിട്ട് തുടങ്ങിയിരുന്നു. എല്ലാവർക്കും ലൈവ് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. കുറച്ച് പേരുണ്ടായിരുന്നു, കുറച്ച് പേർക്ക് നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിത് എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്തങ്ങ് ഇടാൻ പോകണം കേട്ടോ. അപ്പോൾ ക്ലാസ്സിൽ ഇല്ലായിരുന്നവരും ഉണ്ടായിരുന്നവരും ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ് എക്സ്പോണൻസും പവേഴ്സും നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇവിടെ എ റൈസ് ടു എം ഇതിപ്പോൾ ഒരു എക്സ്പോണൻറ്റ് ഫോമാണ്. അതായത് ഒരു നമ്പർ വൈസ് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് 2 റൈസ് ടു 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 2 × 5 എന്നോ അല്ലെങ്കിൽ 2നെ 5 പ്രാവശ്യം കൂട്ടുക എന്ന് അങ്ങനെയൊന്നുമല്ല മീനിങ്. എന്ത് ചെയ്യണം, ഈ 2 എന്ന് പറയുന്ന ടേമിനെ നമ്മൾ തുടർച്ചയായിട്ട് 5 പ്രാവശ്യം എന്ത് ചെയ്യുന്നു, തുടർച്ചയായിട്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ലാസ്റ്റ് വരെ ഞാൻ 5 എഴുതി വെച്ചല്ലേ, ആ ലാസ്റ്റ് ടൈം ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു, 2നെ തുടർച്ചയായി 5 പ്രാവശ്യം എഴുതി. ഓക്കെ, അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഒരു നമ്പറിന്, സെയിം നമ്പറിന് തന്നെ തുടർച്ചയായി വീണ്ടും വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് ഇത് ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനൊരു സിമ്പിൾ ഫോമിലേക്ക് മാറ്റുന്നു. അതാണ് 2 റൈസ് ടു 5 എന്ന് പറയുന്നത്. ഓക്കെ, 2 റൈസ്ഡ് ടു 5 ഇങ്ങനെ പറയാം, 2 റൈസ്ഡ് ടു 5. ഓക്കെ, അപ്പോൾ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഈ 2 എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ 2 റൈസ് ടു 5 എന്ന് പറയുന്നത് ഒരു എക്സ്പോണൻറ്റ് ഫോമാണ്. ആ എക്സ്പോണൻറ്റ് ഫോമിൽ 2 എന്ന് പറയുന്നത് എന്താണ്, ബേസും ആ 5 എന്ന് പറയുന്നതിനെ പവർ എന്നും വിളിക്കും. ഓക്കെ, അപ്പോൾ ഈ മൊത്തത്തിൽ 2 റൈസ് ടു 5 എന്ന് എഴുതിയേക്കുന്നതാണ് എക്സ്പോണൻസ്. അതിനകത്ത് എത്ര പ്രാവശ്യമാണോ നമ്മൾ അതിനെ വീണ്ടും തുടർച്ചയായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നത്, അതാണ് അവിടെ പവർ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? നമുക്ക് വേറെ എക്സാമ്പിളൊക്കെ പറയാം. ഇവിടെ കാണിച്ചിരിക്കുന്ന വേറൊരു നമ്പർ നമുക്ക് 10 റൈസ് ടു 3 എന്ന് എഴുതുകയാണെങ്കിൽ എങ്ങനെ പറയാം, 10 × 10 × 10 ആണ്. അതേപോലെ 10 റൈസ് ടു 4 ആണെങ്കിൽ എന്താണ്, 10നെ 4 പ്രാവശ്യം ഇതേപോലെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണുമ്പോഴത്തേക്കും നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന വേറൊരു കാര്യം, 10 × 10 × 10 എന്ന് പറയുന്നത് എത്രയാണ്, 1000 ആണെന്ന് പറയാം. അപ്പോൾ ഇന്ന് 3 പൂജ്യമില്ലേ, അപ്പോൾ എന്ത് ചെയ്യാം, 10 റൈസ് ടു 3 എഴുതാം. അതേപോലെ 10 × 10 × 10 × 10 എത്രയാണ്, 10,000, 10,000. അപ്പോൾ 4 0 ഇല്ലേ, അപ്പോൾ 10 റൈസ് ടു 4. അപ്പോൾ 10ൻ്റെ വാല്യൂസ് ആണ് എഴുതുന്നതെങ്കിൽ, അല്ലെങ്കിൽ 10നെയാണ് ബേസായിട്ട് എഴുതുന്നതെങ്കിൽ നമുക്ക് ഈ രീതിയിലും കാണിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ എ റൈസ് ടു എം എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്, എ എന്ന് പറയുന്ന ആ നമ്പറിനെ എത്ര പ്രാവശ്യം, എം പ്രാവശ്യം. ആ എം പ്രാവശ്യം നമുക്കറിയത്തില്ല, ഇല്ലേ, അതങ്ങനെ എന്ത് ചെയ്യുന്നു, എം ടൈംസ് വരെ നമ്മൾ അതിനെ തുടർച്ചയായിട്ട് വീണ്ടും വീണ്ടും എ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന് എഴുതുന്നതാണ് എ റൈസ് ടു എം എന്ന് പറയുന്നത്. അതേപോലെ എ റൈസ് ടു എൻ എന്തായിരിക്കും, എ ഇൻറ്റു എറ്റ്സെട്ര അപ് ടു എത്ര സമയം വരെ, n ടൈംസ് വരെ. ആ n ഇവിടെ നമുക്ക് അറിയത്തില്ല, ആ n ടൈംസ് വരെയാണ് എൻ എന്ത് ചെയ്യേണ്ടത്, മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സിൻ്റെ ആദ്യം പഠിക്കേണ്ട ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 10 റൈസ് ടു 2 എന്ന് വെച്ചാൽ നമുക്കറിയാം 10 × 10 ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ എന്താണ്, പോസിറ്റീവ് പവർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതേസമയം നെഗറ്റീവ് പവർ വന്നതിൻ്റെ അർത്ഥം എന്താണ്, അപ്പോൾ 10 റൈസ് ടു -2 ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എത്രയാണ്, എങ്ങനെ കാണിക്കാനെ, 1 / 10² എന്ന് കാണിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എ റൈസ് ടു -n ആണ് നമ്മുടെ എക്സ്പോണൻറ്റ് ഫോമെങ്കിൽ അവരുടെ പവർ ആര് വന്നിരിക്കുന്നു, ഒരു മൈനസ് പവർ വന്നിരിക്കുന്നു. അപ്പം മൈനസ് എവിടെ കണ്ടാലും എന്ത് ചെയ്യണം, ആ തന്നിരിക്കുന്ന വാല്യൂവിൻ്റെ റെസിപ്രോക്കൽ ഫോമിൽ അല്ലെങ്കിൽ 1 പിന്നെ ആരാണ്, എ റൈസ് ടു +n എഴുതരുത്, -n എഴുതരുത്, ആരെഴുതണം, +n എഴുതണം. ഓക്കെ, അപ്പോൾ എ റൈസ് ടു -n എന്ന് വെച്ചാൽ എന്താണ്, 1/a റൈസ് ടു n ആണ്. സോ ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. 10 റൈസ് ടു -2 എത്രയാണ്, 1 എത്രയാണെന്ന് പറഞ്ഞു, 10² ആണെന്ന് പറഞ്ഞു. അതിന് നമുക്ക് എങ്ങനെ എഴുതാം, 1/10 × 1/10 എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, 1/10 × 10 എന്ന്. 10നെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു, അല്ലാതെ 10നെ -2 പ്രാവശ്യം മൾട്ടിപ്ലൈ നല്ല അർത്ഥം. 10 എന്ത് ചെയ്യണം, 10 റൈസ് ടു -2 വന്നു കഴിഞ്ഞാൽ 1/10² തന്നെ എടുത്തിടണം. അല്ലെങ്കിൽ നമുക്ക് 2 റൈസ് ടു -5 ആണെങ്കിൽ എന്താണത്, 1/2 റൈസ് ടു 5 എന്ന് എഴുതാം, അല്ലെങ്കിൽ 1/2 × 2 × 2 × 2 × 2 എന്ന് നമുക്കതിനെ എടുത്തെഴുതാം. ഓക്കെ, അപ്പോൾ ഈ നെഗറ്റീവ് എക്സ്പോണൻസ് അല്ലെങ്കിൽ എന്താ പറയുക, നെഗറ്റീവ് പവർ വരികയാണെങ്കിൽ എങ്ങനെ വരുമെന്ന് മനസ്സിലായല്ലോ, എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ തരാം, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്ത് വർക്ക് ചെയ്ത് എനിക്ക് അയക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ പറയാം, ഫൈൻഡ് ദി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ദി ഫോളോവിങ്.
find the multiplicative inverse of the following. ഓക്കെ, ഒന്നാമത് ഞാൻ ചെയ്ത് കാണിക്കാം. ഒന്നാമത്തെ എത്രയാണ്? ഒന്നാമതെന്ന് പറയുന്നത് നമുക്ക് 10⁻³ ആണെങ്കിൽ എങ്ങനെ എഴുതാം? നമുക്കതിനെ 1/10³ എന്ന് എഴുതാം. അതാണ് എൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, നമുക്കറിയാമല്ലോ. ഓക്കെ, അടുത്ത 2-3 ദിവസം നിങ്ങൾ ചെയ്യണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്, 2⁻⁻4. അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണണം. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 10⁻⁻5 ആണ് അടുത്ത ക്വസ്റ്റ്യൻ, കണ്ടുപിടിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് 7⁻2 കണ്ടുപിടിക്കണം. നെക്സ്റ്റ് 5⁻3. അതേപോലെ ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 10⁻100. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് നിങ്ങൾ കണ്ടുപിടിച്ച് എനിക്ക് അയക്കുക കേട്ടോ. അടുത്ത നമ്മൾ പഠിക്കുന്നത് ഈ എക്സ്പോണൻസിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് നിയമങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ 2 നിയമങ്ങളെക്കുറിച്ചും അതിൻ്റെ കുറേ പ്രോബ്ലം നമ്മൾ ചെയ്തായിരുന്നു. ഇന്ന് നമുക്ക് കുറച്ച് വേറെ ടൈപ്പിലാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ നിയമവും അതിൻ്റെ കുറച്ച് എക്സാമ്പിളും നമുക്ക് പരിചയപ്പെടാം. അതായത് a⁻m × a⁻n ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എത്രയായിരിക്കുമെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ലോ പഠിക്കുന്നത്. അതായത് ഇവിടെ നോക്കുക, a⁻m ഉം a⁻n. ഇവിടെ രണ്ടിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ 2 പേർക്കും ബേസ് ആര് തന്നെയാണ്? a തന്നെയാണ്. പവർ മാത്രം മാറ്റം എമ്മും എന്നുമാണ്. അങ്ങനെ ഡിഫറൻറ്റ് പവേഴ്സുള്ള 2 എക്സ്പോണൻസ് എന്ത് ചെയ്തേക്കുന്നു? മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ അതിനെടുത്ത് എഴുതേണ്ടത്, ഇവിടെ 2 a ആണല്ലോ, സോ അവിടെയും a എഴുതുക. ഇനി എമ്മും എന്നുമാണ് ഡിഫറൻ്റ് 2 പവേഴ്സ്. അവിടെ എന്ത് ചെയ്തേക്കുന്നു? 2 എക്സ്പോണൻസിനെ മൾട്ടിപ്ലൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, a⁻m + n ആണ്. ഓക്കെ, എങ്ങനെയാണ്? a⁻m × a⁻n എന്ന് പറയുന്നത് = a⁻m + n ആണ്. ഓക്കെ, ക്ലിയർ ആയോ? അതിന് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്യാം. ഇതാ നോക്കാം. 10² × 10³ എന്ത് ചെയ്യണം? എന്താ നോക്കാം. നമുക്കിവിടെ എക്ക് പകരം ആരാണ്? ഇവിടെ 10 ആണ് അല്ലേ? എമ്മിന് പകരം 2ഉം എന്നിന് പകരം 3ഉമാണ്. സോ 10⁻2 എന്ത് എഴുതാം? 2 + 3 എഴുതാം. എത്ര വരും? 10⁻5. ഓക്കെ, വേറൊരെണ്ണം ചെയ്യാം. 10⁻4 × 10⁻6 എഴുതാം. അതെത്ര വരും? 10⁻4 + 6 എത്ര വരുന്നു? 10⁻10 വരുന്നു. വേറെ ക്വസ്റ്റ്യൻ ചെയ്യാം. 10⁻3 × 10⁻2 നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാം? അവിടെ 10⁻3 + 2 എഴുതാം. കാരണം എമ്മിൻ്റെ സ്ഥാനത്ത് അവിടെ -3 ആണ്, എന്നിൻ്റെ സ്ഥാനത്ത് 2 ആയതുകൊണ്ട് a⁻m + n കൊടുത്താൽ അപ്പോൾ 10⁻3 + 2 എത്ര വരുന്നു? 10⁻2. ഇവിടെ അറിയാം, ഓപ്പോസിറ്റ് സൈൻ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ എഴുതണം, ശരിയല്ലേ? അപ്പോൾ വലുതാരാണ്? 3 ആണ്. 3ൽ നിന്ന് 2 കുറച്ച് വലുതിൻ്റെ ചിഹ്നം, അപ്പം 3ൻ്റെ ചിഹ്നം ഏതാ? -1, ശരിയല്ലേ? അപ്പോൾ 10⁻1. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. 10⁻1 വന്നത് എങ്ങനെ? നമുക്ക് 1/10 എന്ന് എഴുതിക്കൊണ്ട് നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിളോടെ നോക്കാം. 10⁻4 × 10⁻6 രണ്ടുപേരും മൈനസ് വരുന്നു. അപ്പോൾ എത്രയാവുന്നു? 10⁻4 + -6 എത്ര വരും? അത് 10⁻4 പ്ലസും മൈനസും ചേർന്ന് മൈനസ് വരുന്നു. സോ ലാസ്റ്റ് 10⁻10. ഓക്കെ, ഞാൻ ഈ തരുന്ന എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ നോക്കി കണ്ടുകൊണ്ടിരുന്നാൽ പോരാ, നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ നോട്ടിൽ എഴുതിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഫസ്റ്റ് ലോ എന്താണ്? a⁻m × a⁻n = a⁻m + n. ഇതാണ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? ഇത് നന്നായിട്ട് പഠിക്കുക. അതിൻ്റെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതിയിരിക്കണം. ഓക്കെ, നമുക്കിതിൻ്റെ കുറച്ച് ഹോംവർക്ക് കൂടെ നമുക്ക് തരാം, നിങ്ങൾ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഒന്നാമത്തായിട്ട് നമുക്ക് പറയാം എ. സെക്കൻഡ്, 2⁻³ - 3 × 2⁻⁻4. 2⁻4 × 2⁻3. 10⁻⁻5 × 10⁻3. 10⁻3 × 10⁻6. 10⁻4 ×
minus 9. 10 raised to minus 4 into 10 raised to minus 2. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യുക, നമ്മുടെ തന്നിരിക്കുന്ന എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റൈസ് ടു എം പ്ലസ് എൻ എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് ഈ 6 ക്വസ്റ്റിനും നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് അയക്കുക. ഓക്കെ, നമുക്കിനി രണ്ടാമത്തെ നിയമത്തിലോട്ട് പോവാം. നമ്മൾ ആദ്യം പഠിച്ച എന്തായിരുന്നു, എ റൈസ് ടു എമ്മും എ റൈസ് ടു എന്നും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എ റൈസ് ടു എമ്മും എ റൈസ് ടു എന്നും കൂടി നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അതായത് എ റൈസ് ടു എം ഡിവൈഡഡ് ബൈ എ റൈസ് ടു എൻ ആണെങ്കിൽ എന്തായിരിക്കും, നേരത്തെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമ്മൾ പവേഴ്സ് നമ്മൾ ആഡ് ചെയ്തില്ലേ, ഇവിടെ ഡിവൈഡ് ചെയ്യാൻ പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി, പവേഴ്സ് അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ മതി. സോ എ റൈസ് ടു എം ഡിവൈഡഡ് ബൈ എ റൈസ് ടു എൻ എന്താണ്, എ റൈസ് ടു എം മൈനസ് എൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ പഠിക്കേണ്ട രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ കുറച്ച് ഇക്വേഷൻ ഞാൻ ഒരെണ്ണം എക്സാമ്പിൾ ചെയ്ത് കാണിക്കാം. എക്സാമ്പിൾ ഒന്നാമത്തെ ആയിട്ട് 10 raised to 6 divided by 10 raised to 2 എത്ര വരും, 10 raised to ഇവിടെ 6 minus 2 അല്ലേ, 6 minus 2 10 raised to 4. ഓക്കെ, അതേപോലെ തന്നെ രണ്ടാമത്തെ എക്സാമ്പിൾ എഴുതാം. 10 raised to 3 divided by 10 raised to 4. അതെങ്ങനെ എഴുതാം നമുക്ക്, 10 raised to 4 minus 3 എഴുതി വയ്ക്കരുത്, ആദ്യം കാണുന്നതിന് ആദ്യം എഴുതണം കേട്ടോ. 3 minus 4 എഴുതുക, അവിടെ എത്ര വരും, 3 minus 4 എത്രയാ, -1 അല്ലേ. അപ്പോൾ 10 raised to -1 അല്ലെങ്കിൽ എന്ത് എഴുതാം, 1/10 എന്ന് എഴുതാം. അടുത്ത മൂന്നാമത്തത് നോക്കാം. 10 raised to നമുക്കൊരു വേറൊരു വാല്യൂ ചെയ്യാം, 4 divided by 10 raised to -2. ഇവിടെ എന്തായിരിക്കും വരുന്നത്, നമുക്ക് എഴുതാം 10 raised to 4 ഉണ്ട്, മൈനസ് പിന്നെ ആരാണ്, വീണ്ടും ഒരു -2. ശരിയല്ലേ, എ റൈസ് ടു എം മൈനസ് എൻ ആണ്. അപ്പോൾ എ റൈസ് ടു എമ്മിന് പകരം 4 മൈനസ് അവിടെ ഉണ്ട്, പിന്നെ എന്നിന് പകരം പിന്നെ ഒരു -2. ശരിയല്ലേ, അങ്ങനെ 10 raised to 4 minus -2 എത്ര വരുന്നു, 10 raised to 4 plus 2 വരുന്നു, 10 raised to 6 വരുന്നു. ഓക്കെ, നമുക്ക് അതിൻ്റെ കുറച്ച് ഇതാണ് എൻ്റെ ഹോംവർക്കുകൾ ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെയായിട്ട് 10 raised to 6 divided by 10 raised to 2. 10 raised to 10 divided by 10 raised to 3. 10 raised to 8 divided by 10 raised to -4. 10 raised to 4 divided by 10 raised to 8. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ 10 raised to 6 divided by 10 raised to -12. Last at the 10 raised to -3 divided by 10 raised to -4. അപ്പോൾ ഈ 6 ക്വസ്റ്റിനും കൂടി നമ്മൾ എന്ത് ചെയ്യുക, എ റൈസ് ടു എം ഡിവൈഡ് ബൈ എ റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റൈസ് ടു എം മൈനസ് എൻ എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് ആ ഹോംവർക്ക് കൂടി ചെയ്ത് അയക്കുക. ഓക്കെ, അപ്പോൾ അത്രയും ഞാൻ എടുക്കുന്നുള്ളൂ, ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്ത് അയച്ചു തരിക. താങ്ക് യു.